അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഒരു സാമ്പാറും അതിൻ്റെ കൂടെ ഇഡ്ഡലിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് തുവരപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേറെ വേവിച്ചെടുക്കണം. ഇപ്പുറത്ത് ഫസ്റ്റ് വേവ് കൂടുതലുള്ളത് ഇട്ടിട്ട് വേറെ വേവിക്കണം. ഫസ്റ്റ് അത് ഇടുക. ചേന, മത്തൻ, പച്ചക്കായി, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം ഫസ്റ്റ് ഇട്ടിട്ട് വേവിക്കുന്നത്. പിന്നെ മറ്റേത് ലോട്ടയെന്നതുകൊണ്ട് കുറച്ച് ഇത് വെന്തതിന് ശേഷം ഇടും മറ്റേതെല്ലാം. കഴിഞ്ഞ് നമ്മൾ ഉള്ളി, ബാക്കി പടവലം, കോവക്ക, അതൊക്കെ പയറ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നിച്ച് വേവിക്കുകയെന്ന്. അത് നമ്മൾ ലാസ്റ്റ് തക്കാളി ഇട്ടു. ഇതൊക്കെ ഏകദേശം വേവായപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അതിൻ്റെ കൂടെ ചേർത്ത്, നമ്മൾ പൊടിച്ച് വെച്ച സാമ്പാർ പൊടി തന്നെയാണ് യൂസാക്കുന്നത്, നമ്മൾ പൊടിയാക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെതായ നല്ല ടേസ്റ്റ് കിട്ടും സാമ്പാറിൻ്റെ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും നമുക്ക് നല്ലത് കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മൾ തന്നെ ആക്കി വെച്ച്. അതിൽ ഞാൻ കുറച്ച് പുളിവെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പുറം കടുക് കാച്ചുന്നതാണ്. അങ്ങനെ കടുക് പൊട്ടി വന്ന് അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരു കായം, ഒരു കഷ്ണം നമ്മൾ സാമ്പാറിൻ്റെ പൊടിയിലിട്ടിന്, അപ്പോൾ ഒരു പീസ് മാത്രം കായവും ചേർത്തിട്ട് കറിയിലേക്ക് സാമ്പാറിലേക്ക് ഒഴിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാൻ തലേന്ന് അരച്ച് വെച്ചതാണ്. കുറച്ച് പച്ചരിയും ഉഴുന്നും കുറച്ച് ഉലുവയും ചോറും കൂടി അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കൂടെ കുറച്ച് ഇഡ്ഡലിയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്.